ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ഫോളോവേഴ്സ്. വീഡിയോ സ്കിപ്പ് അടിക്കരുത്. ദയവായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാര്യം ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഫോളോവേഴ്സ് കിട്ടൂ. ഈ സ്കിപ്പ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കറക്റ്റായിട്ട് പോയി ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ പിന്നെയും വീഡിയോ വന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് തന്നെ കാണുക. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണ്. അടിപൊളിയായിട്ട് ഈ സൈറ്റ് വഴി ഫ്രീ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഫോളോവേഴ്സ്, ലൈക്സ് ഒക്കെ കൂട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നേരെ നമുക്ക് വെബ്സൈറ്റ് പരിചയപ്പെട്ടാലോ? വീഡിയോ സ്കിപ്പ് അടിക്കരുത്. പിന്നെ മച്ചാന്മാരെ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ദയവായിട്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റ് എഴുതിയിടുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കമൻറ്റ് എഴുതണേ മച്ചാന്മാർ. നല്ല നല്ല കമൻറ്റ് എഴുതുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് വീഡിയോയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് എഴുതുക. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ടും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റഡ് ആപ്പാണ്. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്രീ ആകുമ്പോൾ കാണുക. ഓക്കെ, ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ പേജിലേക്ക് വരും. ക്രോം ബ്രൗസറിലേക്ക് ഓപ്പൺ ആയി വരും. ശേഷം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കാണാൻ സാധിക്കും ഫോളോസ് വാങ്ങാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇത് എന്തുവെന്ന് വെച്ചാൽ, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ആവും. അതായത് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഫോളോസ് വാങ്ങുന്നതിനെക്കുറിച്ച് ഒരു വെബ്സൈറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ കാണുന്ന ബ്ലാക്ക് ബോക്സിൽ ഓപ്പൺ വെബ്സൈറ്റ് എന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ നേരെ യൂട്യൂബിലേക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 10K സബ്സ്ക്രൈബ് അടിക്കാൻ പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. താഴത്തെ 2 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ തിരിച്ച് നമ്മുടെ ക്രോം ബ്രൗസറിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ കാണാൻ സാധിക്കും ഗോ ടു വെബ്സൈറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അൺലോക്ക് ആയിട്ട് ഗോ ടു വെബ്സൈറ്റ് ആയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് മേളി. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമ്മളൊരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യരുത്. ഫേക്ക് ID ആണ് ഇവിടെ ലോഗിൻ ചെയ്യേണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫേക്ക് അക്കൗണ്ട് ഒരു പോസ്റ്റ് വിടുക, പ്രൊഫൈൽ വിടുക. ശേഷം ആ ഫേക്ക് അക്കൗണ്ടിന്റെ യൂസർ നെയിം ഫസ്റ്റ് ബോക്സിനകത്ത് എൻ്റർ ചെയ്യുക. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ തന്നെ നമുക്ക് ഒറിജിനൽ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത് ശേഷം ഞാൻ ഇവിടെ എൻ്റെ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ലോഗിൻ സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലില്ലേ ഫേക്ക് അക്കൗണ്ടിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് വരും. അതായത് നിങ്ങളാണോ ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ആണെന്നുള്ള രീതി താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ്, ഈ സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ റീ ആയിട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ലോഗിൻ ആവും നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് കിട്ടാൻ പറ്റും. അതൊക്കെ കാണിച്ചു തരാം. ഇനി നമ്മളിവിടെ ലോഗിൻ സിസ്റ്റം എന്നുള്ള ആ ഒരു നീല ബട്ടനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മച്ചന്മാരെ, എനിക്കിതിൽ ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇവന് ഉടായ്പ പരിപാടിയല്ലേ കാണിക്കാൻ പോകുന്നത്. അല്ല മച്ചന്മാരെ, എൻ്റെ 2 ചാനലാണ് ടെർമിനേറ്റ് ആയിപ്പോയി. അത് ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഇൻസ്റ്റഗ്രാം കാണിച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും മച്ചന്മാരെ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കാം. ഇത്രയും സപ്പോർട്ടും ഇത്രയും വ്യൂസും വരുന്നതിൻ്റെ കാര്യം ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ മച്ചന്മാരെ. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റ് വഴി ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യും കേട്ടോ. അപ്പം മച്ചന്മാരെ, നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഫോളോവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് ഫോളോ 40 എന്ന് കാണാൻ സാധിക്കും. ആ ഒരു സെൻഡ് ഫോളോ 40 എന്ന് എഴുതിക്കുന്നിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് നിങ്ങൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്യുക. നന്നായിട്ട് താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. യൂസർ നെയിം ഇവിടെ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. പിന്നെ നിങ്ങൾ ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. ഫ്ലാഗ് റിവ്യൂ എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. ഫ്ലാഗ് റിവ്യൂ ഓഫ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്തിട്ട് വേണം ഫോളോസ് ഓർഡർ ചെയ്യാൻ. പിന്നെ അക്കൗണ്ട് പബ്ലിക്കും ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഇനി ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്കാണ് ഫോളോസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത് എന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന പച്ച ബട്ടൺ ഫൈൻഡ് യൂസർ എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ അടുത്തൊരു പേജിലേക്ക് ലോഡായി വരുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ലോഡിങ് ആവുന്നുണ്ട്. ശേഷം നിങ്ങൾ ഒന്നുകൂടെ താപ്പോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ 10 എന്നുള്ളത് മാറ്റി 40 എന്ന് എൻ്റർ ചെയ്യുക. ഫോളോവേഴ്സ് കൗണ്ട് 10 എന്നുള്ളത് മാറ്റി 40 എന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ കാണുന്ന സെൻഡ് ഫോളോവേഴ്സ് എന്നുള്ള ആ ഒരു മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അവർ പറയുന്നുണ്ടോ, യു ഓർഡർ ഹാസ് ബീൻ റിസീവ്ഡ്, വിൽ സെൻഡ് വിത്തിൻ 10 മിനിറ്റിനുള്ളിൽ മാക്സിമം. യു ഓർഡർ സ്റ്റാറ്റസ് ഫോളോവേഴ്സ് ഓർഡർ ഹിസ്റ്ററി സെക്ഷൻ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്
ഇതായിട്ടുണ്ട്, സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടെ താഴെ കാണാൻ സാധിക്കും, ഞാൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ പറയുന്നത് നോ ക്രെഡിറ്റ്സ് ലെഫ്റ്റ്, ക്രെഡിറ്റ്സ് ആർ റിന്യൂവൽ എവറി 1 hour. ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് ഫോളോവേഴ്സ് കൂട്ടാം ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്. ഇപ്പം നമ്മൾ ഈ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഫോളോവേഴ്സിന് ഓർഡർ സബ്മിറ്റ് ചെയ്ത് ഇനി ഈ പറഞ്ഞ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ തുടങ്ങും. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു വട്ടം ഫോളോസ് കൂട്ടിയാൽ ഇനി ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഫോളോസ് കൂട്ടണമെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ പിന്നെയും കൂട്ടണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ രണ്ടാമതായിട്ട് പുതിയൊരു ഫേക്ക് അക്കൗണ്ടൂടെ ഇതിലേക്ക് ലോഗിൻ ചെയ്ത് ഫോളോസ് കൂട്ടാവുന്നതാണ്. ഇനി മച്ചാന്മാരെ ഇവിടെ നമുക്ക് ഏറ്റവും മേളിൽ തന്നെ ഒരു 3 ഡോട്ട് ഉണ്ട്. ജസ്റ്റ് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോഗ് ഔട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫേക്ക് അക്കൗണ്ട് ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്യാനും സാധിക്കും. സിമ്പിൾ സൈറ്റാണ്, കിട്ടിലുമായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ലൈക്സ് എല്ലാം വാരി കൂട്ടാം. ലൈക്സ് കൂട്ടാൻ നേരത്ത് പോസ്റ്റിൻ്റെ ലിങ്കാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം, ഫേക്ക് അക്കൗണ്ടാണ് സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടത്. ഫോളോസ് കൂട്ടാൻ നേരത്ത് മാത്രം ഒറിജിനൽ അക്കൗണ്ട് യൂസറിനെ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു നമ്പർ 1 ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ആപ്പ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആപ്പിനകത്ത് എല്ലാവരും ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ടിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല, സേഫ് ആണ്. ഓക്കെ, അത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്തിട്ടാണ് അതിൽ ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ആ ഒരു ആപ്പ് ഇറക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓർഗാനിക് കേരള ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നവരെല്ലാവരും റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സാണ് ആ ആപ്പിൽ നിന്ന് കിട്ടുന്നത്. ജെനുവിൻ ആയിട്ടുള്ള അടിപൊളി ആപ്പാണ്. തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ പോയി കാണണം. ഡിസ്ക്രിപ്ഷനിൽ മലയാളി ഫോളോസ് എന്ന് പറഞ്ഞ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.